കോൺഗ്രസ് നേതാവ് വസന്ത് സിരേ കൂടി ചേരുന്നുണ്ട്. നമസ്കാരം വസന്ത്. ഈ നിലമ്പൂർ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ചില അനിശ്ചിതത്വങ്ങൾ, പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം PV അൻവറിനെ കൂടെ നിർത്തുക എന്നുള്ളത് UDF-ന് ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടോ? ശലിമ അവിടെ കഴിഞ്ഞ തവണ ഈ അൻവർ ജയിക്കുന്നത്, ഇടതുനായി അൻവർ ജയിക്കുന്നത് കഷ്ടിച്ച് 3000 വോട്ടിനാണ്. അതായത് 80,000-ൽ പരം 81,000-ഓളം വോട്ടുകളാണ് അൻവറിന് കിട്ടുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ VV പ്രകാശ് അദ്ദേഹം കരസ്ഥമാക്കുന്നത് 78,232 വോട്ടുകളാണ്. അതായത് ഏതാണ്ട് 3000 വോട്ടിനടുത്തുള്ള വ്യത്യാസത്തിലാണ് അൻവർ ജയിക്കുന്നത്. അൻവർ കൂടെ ഇല്ലെങ്കിൽ എന്താണ് വ്യത്യാസം ഉണ്ടാകുക? ഈ 3000 വോട്ട് ഞങ്ങളെ ബാധിക്കും. പിന്നെ BJP അവിടെ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 8,000 വോട്ടുകളാണ്. ആ 8,000 വോട്ടുകൾ സ്വാഭാവികമായി ഇത്തവണ CPM-നാണ് കിട്ടുക. അവർ തമ്മിൽ പർച്ചേസ് നടന്നിരിക്കുന്നു, കച്ചവടം നടന്നിരിക്കുന്നു എന്ന് BJP ക്യാമ്പ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായി ആ വോട്ടുകളും കൂടി ഇവർക്ക് കിട്ടും. ടോട്ടൽ എത്രയാണ്? 8ഉം 3ഉം 11,000 വോട്ട്. ഈ 11,000 വോട്ടിനെയാണ് ഞങ്ങൾ കവർ ചെയ്യേണ്ടി വരിക. നോക്കൂ, അതിനൊക്കെ എത്രയോ മുകളിലാണ് സർക്കാരിനെതിരായ ആന്റി ഇൻകൺവൻസി ഈ സംസ്ഥാനത്തുള്ളത്. അതിനൊക്കെ എത്രയോ മുകളിലാണ് പിണറായി വിജയന്റെ സർക്കാർ ചെയ്തുകൂട്ടുന്ന കൊള്ളരുതായ്ക്കെതിരെ ഈ നാട്ടിലെ ജനം പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വളരെ ക്ലിയർ ആയി പറയാം. ഈ 11,000 വോട്ടിനെ മറികടന്നുകൊണ്ട് മിനിമം ഒരു 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ജയിക്കും. ഇനി അൻവറിന്റെ ഫാക്ടർ, ഞാൻ പറഞ്ഞില്ല, അൻവറിന്റെ ഫാക്ടർ ഇതാണ്. മാക്സിമം അൻവർ അവിടുത്തെ 10 വർഷം ആയിട്ടുള്ള MLA ആണ്. നിസാര വോട്ടുകൾക്കാണെങ്കിൽ പോലും അദ്ദേഹം 2 ടേം ജയിച്ചതാണ്. അപ്പോൾ അത് മോശമാണ് എന്നൊന്നും ഞാൻ പറയില്ല. വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്, ബഹുജനങ്ങളുമായി ബന്ധങ്ങൾ ഒരു MLA-ക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ആ സ്വാഭാവികമായ ആ വോട്ടുകൾ ഞങ്ങളെയും ബാധിക്കും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ബാധിക്കാൻ പോകുന്ന CPM-നാണ്. കാരണം അൻവർ പിടിച്ചിരുന്ന വോട്ടുകളെല്ലാം CPM-ന്റെ വോട്ടുകളാണ്. അൻവർ ഇതുവരെ മത്സരിച്ച എല്ലാം CPM സ്ഥാനാർത്ഥിയായിട്ടാണ്, അല്ലെങ്കിൽ CPM സ്വതന്ത്രനായിട്ടാണ്. അപ്പൊ അൻവറിനെ സഹായിക്കുന്ന, അൻവറിനെ സ്നേഹിക്കുന്ന, അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന വോട്ടുകളെല്ലാം CPM-ന്റെ വോട്ടല്ലേ. ഞങ്ങളുടെ വോട്ടുകൾ എല്ലാ കാലത്തും ഞങ്ങൾക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അൻവർ മത്സരിച്ച് ഓപ്പോസിറ്റ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ എല്ലാ തവണ. ആ തവണയെല്ലാം ഞങ്ങൾ പിടിച്ചെടുത്ത വോട്ടുകൾ, ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങളുടെ പെട്ടി വീണ വോട്ടുകളാണ്. അതിന് മുകളിൽ വോട്ടുകൾ സമ്പാദിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതായത് ഈ 78,000+ വോട്ടുകളാണ് ഞങ്ങൾക്ക് ഇത്തവണ കിട്ടേണ്ടത്. അത് സർക്കാരിന്റെ ആന്റി ഇൻകൺവൻസ് കൊണ്ടും പെടുപ്പുകേട് കൊണ്ടും ഒക്കെ കൂടെ കിട്ടും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. സ്വരാജിനെ ഒരു ബലിയാടാക്കി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു എന്ന പ്രതീതി CPM പ്രവർത്തകർക്ക് ഇടയിൽ തന്നെ ഉണ്ട്. അത് പിണറായി വിജയനെതിരായ വലിയ വികാരമായി മാറും. സ്വരാജ് തോക്കാൻ പോകുന്ന ഒരു ബാറ്റിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കരുവിനെ തന്നെ നീക്കി വെക്കുക എന്ന് പറയുന്നത് അതിന് പുറകിലുള്ളവർക്ക് കയറി വരാനുള്ള അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. സ്വരാജിനെ കാലങ്ങളായി പാർട്ടിയിലിട്ട് ഒതുക്കിയിരിക്കുന്നു എന്നുള്ളൊരു വികാരമുണ്ട്. അത് CPM പ്രവർത്തകരുടെ ഇടയിലുണ്ട്. ഇനി CPM പ്രവർത്തകരും കഴിഞ്ഞ ദിവസങ്ങളിലായി റിയാസ് ചിരിച്ചുകൊണ്ടാവാം എങ്കിൽ പോലും മന്ത്രി റിയാസ് അടക്കമുള്ളവർ സ്വരാജിനെ എന്തോ വലിയ ആളായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, 2ാം പിണറായി ഗവൺമെന്റിന്റെ കൊടുങ്കാറ്റടിക്കുമ്പോൾ 90-ൽ നിന്ന് 99-ലേക്ക്, 91-ൽ നിന്ന് 99 സീറ്റുകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ കൊടുങ്കാറ്റടിച്ച് 2ാം പിണറായി ഗവൺമെന്റ് വരുമ്പോൾ തോറ്റുപോകുന്ന 2 സിറ്റിംഗ് MLA-മാരാണ്. 2 സിറ്റിംഗ് MLA-മാർ CPM-ന്റെ. ആ 2 പേര് ആരൊക്കെയാണ്? ഒന്ന് J മേഴ്സിക്കുട്ടിയമ്മ, അവർ മന്ത്രിയായിരുന്നു, എന്നിട്ട് പോലും തോറ്റുപോയി. ഏതാണ്ട് 27 വോട്ടിനാണ് അവർ നോക്കുന്നത്. 2 ഈ പറയുന്ന സ്വരാജാണെന്നേ. ഏത് ഈ സ്വരാജ്? ഇതേ സ്വരാജ് ആരെയാണോ തോപ്പിച്ചത് അതേ ആളാൽ തന്നെ വീണ്ടും തോൽക്കുകയാണ്. അതായത് 2ാം പിണറായി ഗവൺമെന്റിന് അനുകൂലമായി കൂടുതൽ സീറ്റുകൾ നേടി, 1ാം പിണറായിയേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി, ഇടത് തരംഗം ആഞ്ഞടിച്ച് വീശിയടിച്ച് അധികാരത്തിൽ പിണറായി വരുന്ന സമയത്ത് തോറ്റുപോയ 2 പേരിൽ ഒരാൾ സ്വരാജാണ്. അപ്പൊ സ്വരാജ് വലിയ ആനയാണ്, ചേനയാണ് എന്നൊക്കെ പറയുന്നതിന്റെ അത് വലിയ കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിച്ചു എന്നുള്ള ചോദ്യം ശാലിമ ചോദിച്ചേക്കാം. ഞാൻ അതിന്റെ കൂടെ ഉത്തരം പറയാം. എന്തുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിച്ചു എന്ന് ചോദിച്ചാൽ, ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ബാറ്റിൽ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു സെമി ഫൈനലാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള സെമി ഫൈനലാണ്. ആ സെമി ഫൈനലിൽ ഏതെങ്കിലും സ്വതന്ത്രനോട് തോറ്റാൽ, ഏതെങ്കിലും പാർട്ടി ചിഹ്നമില്ലാത്തവരോട് തോറ്റാൽ CPM നാളെ പറയും അത് സ്വതന്ത്രനായോണ്ടാണ് തോറ്റത്, ഞങ്ങൾ ആ വോട്ട് വാങ്ങി, ഈ വോട്ട് വാങ്ങി, ഞങ്ങളുടെ വോട്ട് അവിടെ ചോർന്നു, ഇവിടെ ചോർന്നു. അത് പറയാൻ പാടില്ല. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തോൽപ്പിക്കേണ്ടത് സ്വാഭാവികമായും CPM-ന്റെ പാർട്ടി ചിഹ്നം പേറുന്ന CPM-ന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ്. അങ്ങനെ തോൽപ്പിച്ചാൽ മാത്രമാണ് ഈ സെമി ഫൈനലിൽ തിളക്കമേറുക, അങ്ങനെ ഫൈനലിലേക്ക് പോകാൻ ഞങ്ങൾക്ക് സാധിക്കുക. അതുകൊണ്ട് സ്വരാജിനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ വിളിച്ചത്. അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മത്സരരംഗത്തുള്ളതിനെ ഞങ്ങൾ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് വെച്ച കെണിയാണ്, പിണറായി മരുമകൻ ഗ്രൂപ്പ് വെച്ച കെണിയാണ് ഇത് എന്ന് അദ്ദേഹം തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ.
വസന്ത്, പക്ഷേ ഒരു മറുപക്ഷം കൂടി ഉണ്ടല്ലോ. ഈ അൻവറിന്റെ വിശ്വാസ്യതയൊക്കെ നമുക്ക് മാറ്റി നിർത്തിയാലും അൻവർ പറയുന്നത് ഷൗക്കത്തിനെ എതിർക്കുന്നതിന് തനിക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട്. UDF-ലെ ചർച്ചകളിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതിലുള്ളിൽ പലരും തനിക്ക് ഈ പിണറായി സത്തിനെതിരെ പോരാടാൻ ഉള്ള തന്നെ സ്വീകരിക്കുന്നതിൽ അതിലൊരു വ്യക്തത കുറവുണ്ട് എന്നാണ്. അതായത് പിണറായിയെ സംരക്ഷിക്കാൻ വേണ്ട ഒരു ഗൂഢശക്തി അല്ലെങ്കിൽ അത്തരം താല്പര്യമുള്ളവരും UDF-ൽ ഉണ്ട് എന്ന് അൻവർ പറയുമ്പോൾ, നിലമ്പൂരാണ് അൻവറിന്റെ ഈ പറഞ്ഞ പോലെ കുറച്ചെങ്കിലും സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഈ അൻവർ ഇഫക്റ്റ് അത് ഈ UDF-ന് അത് പ്രതികൂലമായാൽ ഗുണം കിട്ടുന്നത് LDF-നായിരിക്കും. അല്ല, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ് UDF അൻവറിനോട് ആവശ്യപ്പെട്ടത്? അൻവറിനോട് കാലങ്ങളായി UDF ആവശ്യപ്പെടുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കുക എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് അൻവറിനെ പോലെ ഒരു ദിവസം രാവിലെ സ്വതന്ത്രനായി മത്സരിക്കുന്ന പോലെ അല്ല. കോൺഗ്രസിന് അതിൻ്റെതായിട്ടുള്ള സംഘടന ചട്ടക്കൂടുകളുണ്ട്. എന്താണ്? ആദ്യം KPCC യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ആ KPCC യോഗം സ്ഥാനാർത്ഥിയെ കണ്ടെത്താനും പ്രഖ്യാപിക്കാനും KPCC പ്രസിഡന്റിനെ CLP ലീഡർ ശ്രീ പ്രദീപ് നേതാവിനെ നിയോഗിച്ചു. അവർ രണ്ടും കൂടെ കാലങ്ങൾ നടന്ന ചർച്ചകൾക്ക് ശേഷം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ എറണാകുളത്ത് വെച്ച് അവരൊരു സമന്വയത്തിലെത്തുന്നു. അവരൊരു പേരിലെത്തുന്നു. ആ പേര് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കൈമാറുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആ പേര് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പ്രഖ്യാപിച്ചൊരു പേരാണ് ഏത് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടേത്. ആ പേരിനെ പ്രഖ്യാപിച്ച ദിവസം തന്നെ അൻവർ എതിർക്കുകയാണ്. അന്ന് ഈ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, അൻവർ ഞങ്ങളുടെ ഭാഗമാകും, നാളുകളിൽ തന്നെ, നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ തന്നെ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ് നാക്ക് ഉള്ളിലേക്ക് ഇട്ടില്ല. ഒരു മണിക്കൂറിനുള്ളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പറ്റി അസഭ്യവും പുലഭ്യവും പറയാണ് അൻവർ. പിന്നെ എങ്ങനെ അൻവർ പോകാൻ പറ്റും? നോക്കട്ടെ, ഞാൻ ചോദിക്കുന്നത് സി ന്യൂസിന്റെ അല്ലെങ്കിൽ സി മലയാളത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സി ചാനലിന്റെ ഹെഡിനെ അസഭ്യം പറഞ്ഞുകൊണ്ട് ശാലമയ്ക്ക് ഇതിൽ നിന്ന് പോകാൻ പറ്റുമോ? അങ്ങനെ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ UDF-ന്റെ പൊതു ആവശ്യം എന്ന് പറയുന്നത് വളരെ മിനിമലായ ആവശ്യമാണ്. ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങളോട് ചേർന്ന് പോകണമെങ്കിൽ ആ സ്ഥാനാർത്ഥി അംഗീകരിക്കണം. 2, UDF-ന് പൊതുമിനിമം പരിപാടികളുണ്ട്, അത് അംഗീകരിക്കണം. 3, UDF-ന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, അത് അംഗീകരിക്കണം. പിന്നെ ഇപ്പൊ അൻവർ പറയുന്ന പോലെ, അങ്ങ് പറഞ്ഞതുപോലെ അൻവർ പറയുന്നത് എന്താണ്? പിണറായിയെ സഹായിക്കാൻ ഇതിലൊരു ടീമുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉന്നം വെക്കുന്ന ആരാണെന്ന് അങ്ങേക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അദ്ദേഹം ഉന്നം വെക്കുന്ന ആൾ തന്നെയാണല്ലോ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് 4 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് പിണറായി ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഓരോ അഴിമതി ആരോപണങ്ങളും വെളിയിൽ കൊണ്ടുവന്നത്. ഈ അൻവർ ഏറ്റെടുക്കുന്ന RSS CPM ബന്ധമുണ്ടല്ലോ, ആ കാര്യം ഏറ്റവും ആദ്യം കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ആരാണ്? അത് UDF അല്ലേ? UDF-ന്റെ നേതൃത്വമല്ലേ? അപ്പൊ അൻവർ പറയുന്നതിന്റെ അകത്ത് അത്രമാത്രം വിലയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2, അൻവറിന്റെ രാഷ്ട്രീയ എക്സിസ്റ്റൻസിന്റെ ഭാഗമാണ്, അദ്ദേഹത്തിന് നിലനിന്ന് പോകുന്നതിന്റെ ഭാഗമാണ്. അൻവറിന്റെ വിരട്ടലും വിലപേശലും ഒക്കെ കയ്യിൽ മടക്കി വെച്ചിട്ട് അല്ലെങ്കിൽ AKG സെന്ററിൽ നടത്തുന്ന പോലെ അത്തരം അഭ്യാസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ക്ലിയറായി UDF സ്ഥാനാർത്ഥിയെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നു. അൻവർ ഇന്ന് പറയുന്നതല്ല നാളെ പറയാം. അൻവർ കഴിഞ്ഞ ദിവസം വരെ എന്താ പറഞ്ഞേ? ഈ ബസിന്റെ സൈഡിൽ എവിടെയും ഫുട്പാത്തിൽ നിന്ന് ആണെങ്കിലും ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ അൻവർ ഇന്ന് പറയുന്നത്, നിങ്ങളുടെ റിപ്പോർട്ടുകളാണ് കേട്ടോ, അൻവർ ഇന്ന് പറയുന്നത് അസോസിയേറ്റ് അംഗമായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നാണ് അൻവർ ഇന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം വരെ ഫുട്പാത്തിൽ നിന്ന് വന്നോളാം എന്ന് പറഞ്ഞ ആളോട് ഏറ്റവും പുറകിലത്തെ സീറ്റ് കൊടുക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയാണ് പുറകിലത്തെ സീറ്റ് പറ്റില്ല, എനിക്ക് മുമ്പിലത്തെ സീറ്റ് വേണം. ഇനി മുൻപത്തെ സീറ്റ് കൊടുത്താൽ അദ്ദേഹം പറയും പറ്റില്ല, എനിക്ക് ഡ്രൈവർ ആകണം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ സ്ഥിരതയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന ആൾക്ക് UDF-ൽ നിന്നല്ല LDF-ൽ നിന്നല്ല ഒരു മുന്നണിയിലും അധികം കാലം നിലനിന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2, അങ്ങ് പറയുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം 10 വർഷമായിട്ട് അവിടുത്തെ MLA ആണ്. ബഹുജനങ്ങളുമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിന് വോട്ട് സംശീകരിക്കാൻ സാധിക്കും, അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്, ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഏതാണ്ട് കുറച്ച് വോട്ടുകൾക്ക് വേണ്ടി നിലപാടില്ലാത്ത ഒരാളുമായി സഖ്യം ചേരാൻ പോകാതിരിക്കുന്നതാണ് തൽക്കാലം മുന്നണിക്കും പാർട്ടിക്കും നല്ലതെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. ശരി വസന്ത്, ഏതായാലും വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.